ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അവസാനത്തെ വീഡിയോ ഇട്ടപ്പോൾ ബിരിയാണിയുടെ ഒപ്പം ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ സബോളയും വേപ്പിലയും ഇടുക. സബോള ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ ചെറുതായി ഒന്ന് കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 തക്കാളിയാണ് അരിഞ്ഞിരിക്കുന്നത്. അത് ചേർത്ത് നല്ലവണ്ണം വാട്ടിയെടുക്കാം. തക്കാളി നല്ലവണ്ണം വാടി വരുന്ന വരെ നമുക്ക് ഇളക്കാം. ഇപ്പോൾ തക്കാളി നല്ലോണം വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനും മസാലയും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിലോട്ട് വെള്ളം ഒഴിക്കില്ല. അപ്പോൾ കുറച്ച് നേരം ചെറുതീയിലിട്ട് ഒന്ന് വേവിക്കും. അപ്പോൾ ചെമ്മീനിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഇറങ്ങി വരും കറിയിലോട്ട്. ചെമ്മീൻ ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കും ഇതിലോട്ട്. കണ്ടോ, ഇങ്ങനെ വെള്ളം ഊർന്ന് വന്നു കഴിഞ്ഞാൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ട് 3 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. ആഹാ, എന്താ ഒരു മണം എന്നറിയോ. ഈ സമയം ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ നോക്കി, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്, നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ലേശം വെള്ളം ഒന്ന് വറ്റിക്കണമെങ്കിൽ വറ്റിക്കാം. അങ്ങനെ എൻ്റെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ പിന്നെ കാണാം. ബൈ.